ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആദിയുടെ ഒരു മേക്ക് ഓവറാണ്. ആദിക്ക് അത്യാവശ്യം നല്ല നീളമുള്ള മുടിയുള്ള കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുടി കട്ട് ചെയ്യാൻ പോവാണ്. മുടി കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ലുക്കെന്ന് നോക്കാം. അപ്പം ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ്. വെക്കേഷൻ സമയത്താണ് മുടി വെട്ടുന്നത്. ഇനി ഹൈസ്കൂളിലേക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് നമുക്കൊന്ന് എളുപ്പത്തിൽ മുടിയൊക്കെ ഒന്ന് കെട്ടി ട്യൂഷനും രാവിലത്തെ നേരത്തെ പോക്കും എല്ലാം ഒന്ന് പെട്ടെന്ന് നടക്കണമെങ്കിൽ നമുക്ക് ഈ മുടി ഇത്രയും നീളമുള്ള മുടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ പെട്ടെന്ന് വളരുന്ന മുടിയാണ് അവളുടെ. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ അത് മുടി കട്ട് ചെയ്തു, വാഷ് ചെയ്തവർ അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൈനലി നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും എന്തായാലും മുടി വെട്ടി. ഇനി നമുക്ക് ഫൈനൽ ലുക്കൊന്ന് കാണാം. പ്രോസസ്സ് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്തുട്ടാണെന്നൊന്നും നമുക്കറിയില്ല. ആക്ച്വലി എനിക്ക് പറയാൻ അറിയില്ല. അപ്പം എനിക്ക് ഫൈനൽ ലുക്ക് മാത്രം നമുക്കൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ അതേ മുടിയൊക്കെ വെട്ടി വാഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് കളറിങ് വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഇഴകളിൽ ഒരു റെഡിഷ് കളറ് വരുന്ന രീതിയിലൊന്ന് ചെയ്തു തരും മാമി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. ഭയങ്കരമായിട്ട് കളർ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊരു റെഡിഷ് കളർ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ആക്ച്വലി നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ചെറുതായിട്ട് കളറ് വന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മുടി മറിഞ്ഞ് കിടക്കുമ്പോൾ കാണും. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ ലുക്ക്? സൂപ്പർ അല്ലേ?